അമ്മേ ഒരു സിഗ്നേച്ചർ മെയിലായാലേ ചേട്ടാ ഒരു സിഗ്നേച്ചർ മെയിൽ നിനക്ക് വേണ്ടേ? നിനക്ക് വേണ്ട? ഇല്ല എനിക്ക് വിഷമില്ല. അളിയ ഒരു 500 രൂപ എടുക്കണ്ടാവും ഇവിടെ. ഞാൻ നാളെ ഹലോ എടാ അമ്മയ്ക്ക് ഫുഡ് വാങ്ങി കൊടുക്കാനോട് ഒരു 500 രൂപ ഉണ്ടാവും. ഞാൻ നാളെ കാലത്ത് തിരിച്ച് ഞാനിപ്പോഴും ഓർത്തെ പേരപ്പനും എമ്മയും വീട്ടിൽ വന്നിട്ടുണ്ടാവും. അല്ല ഇപ്പൊ ഫുഡ് അത് ഞാൻ വേണ്ട പറഞ്ഞു പാവം പോവാ. ജോമോനെ, നീ ഇന്ന് എത്ര പേരോട് ചോദിച്ചടാ ജീവിതത്തിൽ എത്തിപ്പിടിക്കാൻ ഉണ്ടായിട്ടും നീ എന്താടോ ഒന്ന് എത്തിപ്പിടിക്കാത്ത? ഞാൻ എന്താ ചെയ്യണ്ടോ എനിക്കറിയില്ല. എനിക്ക് പറഞ്ഞു തരാൻ ആരും ഉണ്ടായില്ല, പക്ഷെ നിനക്ക് പറഞ്ഞു തരാൻ ഈ അമ്മയുണ്ട്. ജോമോനെ, നീ സ്കോട്ടി എഡ്യൂക്കേഷൻ വഴിയല്ലേ ഓസ്ട്രേലിയ പോയത്? നീ എന്താ ഓസ്ട്രേലിയ ചൂസ് ചെയ്തത്? PR ഇടാൻ ഏറ്റവും ബെസ്റ്റ് ഓസ്ട്രേലിയ. അവിടെ ഫീസൊക്കെ എത്ര ആവും? അതിന് ടെൻഷൻ ഇല്ല മെന്നി, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഒക്കെ അവർ തന്നെ കൊടുക്കുന്നുണ്ട്. ബിനിച്ചേട്ടാ ആ, അത് മാത്രമല്ല ഫസ്റ്റത്തെ സെമിസ്റ്റർ ഫീസ് നമ്മൾ അടച്ചു കഴിഞ്ഞാൽ ബാക്കി സെമിസ്റ്റർ ഫീസ് അവിടെ എത്തി അടച്ചാൽ മതി. ബിനിച്ചേട്ടാ ആ കണ്ണ ഹോട്ടലിനോട് നിർത്തും. ഇവിടെ സർവീസ് ചാർജ് രജിസ്ട്രേഷൻ ഫീസ് ഒന്നും ഇല്ലല്ലോ. സ്കോട്ടി എഡ്യൂക്കേഷൻ വഴി പുറത്തു പോയിട്ടുള്ള സ്റ്റുഡൻസിനെയാണ് നമുക്ക് റെഫറൻസിനായി വരുന്നത്. അതുകൊണ്ട് കാര്യങ്ങൾ ചോദിച്ചാൽ ഭയങ്കര എളുപ്പമായിരിക്കും. ഞാനതൊരു സ്പെഷ്യൽ ഓർഡർ ചെയ്യാം. എടാ എനിക്കൊരു 500 തരുമോ? എൻ്റെ കയ്യിലൊന്നും ഇല്ലടാ, ഞാൻ അമ്മയുടെ കൂടെ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്, കയ്യിലൊന്നും ഇല്ല. അയ്യോ വേണ്ട കേട്ടോ, വേണ്ട കേട്ടോ. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നിമേവയ്ക്ക് തോറ്റുപോയി എന്ന് തോന്നുന്ന നിമിഷം നമ്മൾക്ക് വരാനുള്ള വഴികൾ നമ്മുടെ മുന്നിൽ വരും. അതാണ് അതിൻ്റെ ഒരു മാജിക്.